കാസർഗോഡ് കാഞ്ഞങ്ങാട് വാട്സാപ്പിലൂടെ യുവതിയെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ കേസെടുത്ത ഹോസ്ദുർഗ് പോലീസ്. കാസർഗോഡ് നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെതിരെയാണ് കേസ്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീധന നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, നമുക്കറിയാം മുത്തലാഖ് എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. 3 തവണ വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലി യുവതിയെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. കൂടാതെ തന്നെ സ്ത്രീധന പീഡനത്തിനും പോലീസ് പരാതി സ്വീകരിച്ചിട്ടുണ്ടല്ലേ, കേസെടുത്തിട്ടുണ്ടല്ലേ? ദേവിക കൃത്യമായി തന്നെ 21-കാരിയുടെ പരാതിയിലാണ്, അതായത് വാട്സപ്പ് വഴി തന്റെ ഭർത്താവ് അബ്ദുൾ റസാഖ് തന്നെ മൊഴി ചൊല്ലിയതായി വാട്സപ്പ് വഴി അറിയിക്കുകയും ഈ വാട്സപ്പ് വഴി മൊഴികൾ ചൊല്ലുകയും ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ കാസർഗോഡ് ഹോസ്ദുർഗ് കോടതി യുവതിയുടെ പരാതിയിൽ കേസ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ഭർത്താവ് അബ്ദുൾ റസാഖിന്റെ ഉമ്മയും ചേർന്ന് പലതവണ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. ഭക്ഷണം പോലും തരാതെ ദിവസങ്ങളോളം മുറിയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീധനം കുറഞ്ഞുപോയി. ഈ വിവാഹ സമയം 50 പവൻ സ്ത്രീധനമായിരുന്നു ഈ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ യുവതിയുടെ കുടുംബം 20 പവനോളമായിരുന്നു വിവാഹ സമയത്ത് നൽകിയത്. അന്നു മുതൽ തന്നെ ഈ അബ്ദുൾ റസാഖിന്റെ ഉമ്മയും സഹോദരിയും ഭർത്താവും എല്ലാം ചേർന്ന് തന്നെ മാനസികമായും ശാരീരികമായും ഒക്കെ തന്നെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത്. യുവതി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ഭർത്താവിനെതിരെ കേസുണ്ട്. ഈ സ്ത്രീധന നിരോധന പീഡന നിയമപ്രകാരം ഭർത്താവിന്റെ സഹോദരിയും ഭർത്താവിന്റെ ഉമ്മയ്ക്കുമെതിരെയുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നിലവിൽ അബ്ദുൾ റസാഖ് ദുബായിലാണ് ഉള്ളത്. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അബ്ദുൾ റസാഖിനെ നാട്ടിലെത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഇനി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. എന്തായാലും കൃത്യമായി തന്നെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഇങ്ങനെയൊരു സംഭവം ഇത് ഉണ്ടാകുന്നത് ആദ്യമാണ്. മുത്തലാഖ് ുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതും ഒക്കെ തന്നെ ആദ്യമാണ്. 21 വയസ്സ് മാത്രമുള്ള യുവതിയാണ്. ഈ കഴിഞ്ഞ കൊല്ലമാണ് യുവതിയുടെ വിവാഹം കഴിയുന്നത്. വിവാഹ സമയത്ത് സ്ത്രീധനം 50 പവൻ കുടുംബം ആവശ്യപ്പെട്ടു. അത് നൽകാത്തതിനെ തുടർന്ന് നിരന്തരം ഭർത്തൃ വീട്ടുകാർ ഈ സംഭവം ചൂണ്ടിക്കാണിച്ചു യുവതിയെ പീഡിപ്പിച്ചിരുന്നു, മുറിയിൽ പൂട്ടിയിട്ടിരുന്നു, ഭക്ഷണം പോലും കഴിക്കാതെ ദിവസങ്ങളോളം കഴിയേണ്ടി വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ യുവതി തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഈ യുവതി പോലീസിൽ പരാതി നൽകിയത്. മാത്രമല്ല, ഈ വാട്സപ്പ് വഴി 3 തവണ ഈ അബ്ദുൾ റസാഖ് ദുബായിൽ നിന്നുകൊണ്ട് തന്നെ യുവതിയെ മൊഴിചൊല്ലി ഈ ബന്ധം വേർപെടുത്തുന്നു എന്ന ഈ യുവതിയുടെ മാതാപിതാക്കളോടക്കം പറയുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ വാട്സപ്പ് വഴി മൊഴിചൊല്ലിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് യുവതി ഇപ്പോൾ പോലീസിനെ സമീപിച്ചതും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹോസ്ദുർഗ് പോലീസ് കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ദേവിക.